ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഐ ആം സ്പെഷ്യൻ. ഇന്ന് നമുക്ക് വൺ ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ. എല്ലാവരും ചെയ്തിട്ടുണ്ട്, ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഇന്ന് രാവിലെ തന്നെ കിച്ചണിൽ കയറി പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ പുട്ടിനെ അങ്ങനെ തള്ളി മറിച്ചിടാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തള്ളി മറിച്ചിട്ട് ഈ പുട്ടുകുറ്റി കണ്ടല്ലേ, പുതിയ പുട്ടുകുറ്റിയാണ് കേട്ടോ. ഇത് മൂന്നാമത്തെ പുട്ടുകുറ്റിയാണ്. എപ്പോഴും വെള്ളം വറ്റി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിന് ചോർച്ചയൊക്കെ വരും. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ പുട്ടുകുറ്റിയായിപ്പോൾ. അങ്ങനെ മൂന്നാമത്തെ പുട്ടുകുറ്റിയിൽ പുതിയ പുട്ടുണ്ടാക്കി. അങ്ങനെ നല്ല ചൂടുള്ള 3 കുറ്റി പുട്ടുകൾ ഉണ്ടാക്കി. ഇതിനൊപ്പം തന്നെ കായപ്പുഴുക്ക് രാവിലെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. കായപ്പുഴുക്ക് ഉണ്ടാക്കാൻ ഈസിയാണല്ലോ. സാധാരണ കുക്കറിൽ വേവിക്കാറാണ് ഉണ്ടാവാറ്. ഇതിപ്പോൾ ഉള്ളിയും മുളകും മഞ്ഞൾപ്പൊടിയും ചതച്ച് ചീനച്ചട്ടിയിൽ കാച്ചി കായ വേവിക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ് അങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ. വെള്ളം ഒഴിച്ച് വെച്ചാൽ മതിയല്ലോ. കറിയായിട്ട് നമ്മുടെ പരിപ്പും കുമ്പളങ്ങയും കൂടിയിട്ടാണ് കറി ഇന്ന് രാവിലെ വെച്ചത്. രാത്രിയിലൊന്നും വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ചാറ് കറിയാക്കി വെച്ചു. അങ്ങനെ കറിയും റെഡിയായി. പിന്നെ ചെന്നത് മുറ്റമടിക്കാനായിട്ടാണ് കേട്ടോ. മുറ്റടിക്കാനെടുത്തു. ഞങ്ങളുടെ വടക്ക് ഭാഗം മണ്ണായിട്ട് ഇരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ അടിക്കുമ്പോൾ നല്ല മുറ്റടിക്കുന്ന ഈർക്കിച്ചൂല് കൊണ്ടാണ് അടിക്കുക. പിന്നെ ആദ്യം അടിക്കുമ്പോൾ വീടിൻ്റെ വടക്ക് ഭാഗം അടിക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. മുമ്പ് കാർന്നോരന്മാർ പറയണതാണ്. എന്താണെന്ന് നമുക്കറിയില്ല. വടക്ക് ഭാഗം അടിക്കണം ആദ്യം എന്ന് പറയും. എന്താണെന്ന് അറിയില്ല. പിന്നെയാണ് വീടിൻ്റെ കിഴക്ക് ഭാഗവും തെക്ക് ഭാഗവും കൂടി ഒരുമിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെയാണെങ്കിലും നിറച്ച് മെറ്റലിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയും അടിച്ച് വൃത്തിയാക്കാൻ മെറ്റലിട്ടേക്കുന്ന കാരണം ഈ ഈർക്കിച്ചൂല് കൊണ്ട് അടിക്കാനായിട്ട് നടക്കില്ല. അപ്പം ഈ പ്ലാസ്റ്റിക് ചൂല് കൊണ്ട് അങ്ങനെ അടിക്കണം. അപ്പോൾ കണ്ടോ, നല്ല വൃത്തിയായില്ലേ. കുറച്ച് കഴിയുമ്പോൾ കാണാം കേട്ടോ, ഈ മുൾമുടിയിലുള്ള മരങ്ങളുടെ മുഴുവൻ ഇലയും പിന്നെയും വീണ് നല്ല അടിപൊളിയായിട്ട് പിന്നെയും കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കൈക്കുട്ടികളുടെ അടുത്ത് പോകാൻ കേട്ടോ. കൈക്കുട്ടികൾക്ക് വെള്ളം കൊടുക്കാനായിട്ട്. അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുത്തിട്ട് അങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് ഒരാൾ എന്തെയ്യുന്നറിയോ, ഒരാൾ തട്ടിക്കളയുന്നൊരു സ്വഭാവമുള്ള ഒരാളുണ്ട്. അവളുടെ അടുത്ത് നിൽക്കണം. അവളാണ് പാറ്. അവളുടെ അടുത്ത് നിന്നില്ലെങ്കിൽ അവൾ വെള്ളം തട്ടും. അവൾക്ക് വെള്ളം അധികം വലിയ ഇഷ്ടമില്ല. മറ്റുള്ളവരെക്കാളൊക്കെ ഒരു ഡിഫറൻറ്റ് ടൈപ്പാണ് ഇവൾ. അപ്പോൾ അവൾ ഇങ്ങനെ നോക്കി നിൽക്കണം വെള്ളം കുടിക്കണ വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിനെ തൊഴുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് മോട്ടറിൽ വെള്ളം അടിച്ചിട്ടാണ് കഴുകാറ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് എന്നും ക്ലീൻ ചെയ്യണം. ഇവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പധികം പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാ ദിവസവും കുളിപ്പിക്കൊന്നും വേണ്ട. കാസർഗോഡൻ കുള്ളനായ എൻ്റെ വീട്ടിൽ. അപ്പോൾ അങ്ങനെ അവരെ തൊഴുത്തൊക്കെ കഴുകി കഴിഞ്ഞ് അവർക്ക് വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇട്ട് കൊടുത്ത് അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് പുരയൊക്കെ അടിച്ച് വൃത്തിയാക്കി. കണ്ടോ, അധികം പൊടിയൊന്നും ഉണ്ടാവാറില്ല, എന്നാലും അടിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കൈയും മുഖമൊക്കെ കഴുകി പുട്ടും കുമ്പളങ്ങക്കറിയും പരിപ്പും കുമ്പളങ്ങക്കറിയും വെച്ചതും പിന്നെ കായപ്പുഴുക്കും കൂടിയിട്ട് കഴിക്കാനായിട്ടിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പണികളൊക്കെ എടുത്തതിന് ശേഷം വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോഴുണ്ടല്ലോ, അടിപൊളിയാണ്. നമുക്ക് നല്ല രുചി തോന്നും എല്ലാത്തിനും. എന്നാ ടേസ്റ്റാണെന്നറിയോ. പിന്നെ ഉച്ചയ്ക്ക് ചോറും കുമ്പളങ്ങക്കറിയും പിന്നെ ക്യാരറ്റ് ഉപ്പേരിയും കൂട്ടി ചോറും കഴിച്ചു. അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസത്തെ വൈകുന്നേരം വരെയുള്ള ദിവസമായിരുന്നു കേട്ടോ.